ബിഗ് ബോസ് മലയാളം സീസൺ 7 പുറത്തു വന്നിട്ടുള്ള 2 പ്രോമോയും കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡുകളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അക്ബറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അക്ബർ ആയിരിക്കും 2 എപ്പിസോഡുകളിലെയും പ്രധാന ഫോക്കസ് പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ബിഗ് ബോസിന് ഒരാളെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് പല ടെക്നീക്സ് ഉണ്ട്. അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അവരെ പറ്റിയുള്ള കോണ്ടന്റുകൾ പെട്ടെന്ന് വരാനായിട്ടും അത് ട്രാവൽ ചെയ്യാനായിട്ടും ബിഗ് ബോസ് കണ്ടെത്തിയ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാലേട്ടൻ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇത് ഫസ്റ്റ് സീസൺ മുതൽ നടക്കുന്ന കാര്യമാണ്. നമ്മളിത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് അറിയാമായിരിക്കും. അപ്പൊ ഇവര് ഈ ആഴ്ച പിടിച്ചിരിക്കുന്ന അക്ബറിനെയാണ്. അക്ബറാണ് ഈ ആഴ്ചത്തെ ഫോക്കസ് പോയിന്റ്. അക്ബറിനെ വെച്ചിട്ടാണ് ഇന്ന് ഡിസ്കഷൻസ് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ആദ്യം ലാലേട്ടൻ വരും, എന്നിട്ട് അക്ബറിനെ എണീപ്പിച്ച് നിർത്തും. അക്ബറിനോട് ഒരു കാര്യം ചോദിക്കും. അങ്ങനെയാണെന്ന് തോന്നി ഈ കോടതി ടാസ്ക് വരുന്നത് തന്നെ. അക്ബറിന്റെ കോയിനുകളായിരുന്നല്ലോ, അക്ബറിന്റെ പാവ അതായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മെയിൻ ഒരു ചർച്ച. അത് മോഷണം പോയത്. അങ്ങനെ ഒരു കോടതി ടാസ്കിന്റെ ആവശ്യം കൂടി ഇല്ല. കാരണം ആദ്യം അത് എടുത്തു എന്നുള്ളത് നമുക്കറിയാം, കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. നെവിൻ അതിൽ നിന്ന് 1-2 എടുത്തു എന്നുള്ളതും നമ്മൾ അന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന കേസ് കെട്ടുകളായിരുന്നിട്ടും അക്ബറിന് കൂടുതൽ സ്പേസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരൊരു കോടതി ടാസ്ക് വെക്കുന്നു. പിന്നെ ഇന്ന് അനീഷിന്റെ നല്ലൊരു അടി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അനീഷിന്റെ ആ ഒരു സുപ്രഭാതം കേസ് അത് പൊങ്ങി വരുന്നുണ്ട്. എന്നും രാവിലെ എണീറ്റ് അനീഷ് സുപ്രഭാതം എന്ന് പറയുന്നത് അതിനെ എന്തോ വലിയ മോശപ്പെട്ട ഒരു കാര്യമാക്കി പുറത്തേക്ക് ചിത്രീകരിക്കാനായിട്ടുള്ളൊരു ശ്രമം ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോ ചർച്ച ചെയ്യാൻ അത്ര റിലവൻസ് ഉള്ള ഒരു കാര്യമൊന്നുമല്ല. ഇത് ഫസ്റ്റ് വീക്കിൽ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു. സുപ്രഭാതമാണോ ഗുഡ് മോർണിംഗ് ആണോ ഏറ്റവും നല്ലത് എന്ന് അന്ന് ചോദിക്കുമായിരുന്നുവെങ്കിൽ അനീഷ് കോൺഫിഡൻസോടെ മറുപടി പറഞ്ഞേനെ. മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണ്, മലയാളത്തിലെ പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റും, ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ മലയാളത്തിൽ പറയാൻ പറ്റും എന്നുള്ളത് അനീഷിന്റെ ഒരു ഗെയിമിന്റെ സ്ട്രോങ് പോയിന്റ് ആയിരുന്നു. അത് അനീഷ് വ്യക്തമാക്കി അന്ന് പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത് 75ാമത്തെ ദിവസം പറയുന്നത് കൊണ്ട് അനീഷിന് സംഭവിച്ചത് എന്താണ്, അനീഷ് അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് അക്ബറിന്റെ അടുത്ത്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അക്ബറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അക്ബറിനെ പൊക്കിക്കൊണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അക്ബറിനെ പൊക്കിക്കൊണ്ട് വരുന്ന അക്ബർ ഡിസേർവിംഗ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അക്ബർ തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ച എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ബറിനെക്കാട്ടിലും അവിടെ കളിച്ചിട്ടുള്ളത് അനീഷും പിന്നെ ഈ പറയുന്ന ഷാനവാസും അനുമോളും ഒക്കെ തന്നെയാണ്. അതേപോലെ ആര്യൻ, ഇവരുടെയൊക്കെ കോണ്ടന്റുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അക്ബറിന് എന്താണ് വന്നിട്ടുള്ളത്? അക്ബറിന്റെ ഒരു സാധനം പോലും പുറത്തേക്ക് വന്നിട്ടില്ല. അക്ബർ ബീംബാഗി ഇരുന്ന് 2 വർത്താനം പറയുന്നതല്ലാതെ എന്താണ് അക്ബറിന്റേതായിട്ട് പുറത്ത് വന്നിട്ടുള്ളത്? അതും പിന്നെ ആ ജയിൽ നോമിനേഷൻ, അനുമോളും അനീഷും ഒറ്റ അമ്മ പെറ്റ മക്കളാണെന്ന് പറയുന്ന ആ ഒരു കാര്യം. അതൊക്കെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ള അക്ബറിന്റേതായിട്ടുള്ള കോണ്ടന്റുകൾ. അക്ബറിനെ ഇനിയിപ്പിച്ച് നിർത്തി ഇത്രയും സ്ക്രീൻ സ്പേസ് ലാലേട്ടന് കൊടുക്കേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാബുമാൻ ഒട്ടും തന്നെ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ഡിസേർവിംഗ് അല്ല. പക്ഷെ ഈ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഈ 2 പ്രോമോ വന്നത് വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിച്ച് ഞാൻ പറയുകയാണ്. ലൈവ് കണ്ടവർക്കറിയാം, അക്ബർ ഈ 2ാമത്തെ ദിവസം, ടാസ്കിന്റെ 2ാമത്തെ ദിവസം തൊട്ട് തുടങ്ങി ആഴ്ചയുടെ അവസാനം വരെ ചെയ്തുകൊണ്ടിരുന്നത് ബീംബാഗി ഇരുന്ന് കരയുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. കരഞ്ഞു മെഴുകിയ ഒരു ഗെയിമാണ് അക്ബർ ഈ കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചത്. വിക്ടിം കാർഡ്, പക്കാ വിക്ടിം കാർഡാണ് അക്ബർ കളിച്ചത്. അതിനും മുകളിലേക്ക് അക്ബർ അവിടെ എന്തെങ്കിലും കളിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും ആ അഭിപ്രായം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം, അതല്ലേ നല്ലത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.